കോർണർ ഫുട്ബോളിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ട്രാൻസ്ഫറുകൾ വളരെയധികം F1 വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ക്ലബ്ബുകളും അവർ പ്ലേയേഴ്സിനെയൊക്കെ സെക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം മാത്രമാണ് ഒച്ചയും കണക്കാണ് അവരുടെ ട്രാൻസ്ഫർ കടന്നു പോകുന്നത്. കാരണം ബ്രയൻ എംബൂമോയെ കഴിഞ്ഞ 50 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ബ്രയൻ എംബൂമോയുടെ പേര്. ഇതുവരെയ്ക്കും ആ ഒരു ട്രാൻസ്ഫറിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. നിലവിൽ നോക്കുകയാണെങ്കിൽ ബ്രെൻഡൻഫോർഡ് 65 മില്യൺസിൻ്റെ ഒരു ഗ്യാരണ്ടി പ്രൈസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഡ് ഓണും നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 60 മില്യൺ പ്ലസ് ആഡ് ഓൺ ആണ് പറയുന്നത്. അത് ഇതുവരെയ്ക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. ഡിസ്കഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രയൻ എംബൂമയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രം സൈൻ ചെയ്താൽ മതി എന്നൊരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇത്ര ദിവസമായിട്ടും ആ ഒരു ഡീൽ കൊളാപ്സ് ആവാത്തത്. അപ്പോൾ നിലവിൽ എന്താണ് കാരണം? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രശ്നം എന്താണ്? സാമ്പത്തികമായ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഫണ്ടില്ല, അത് തന്നെയാണ് പ്രതിസന്ധി. നിലവിൽ നോക്കുകയാണെങ്കിൽ ഖത്തരി ഇൻവെസ്റ്റേഴ്സൊക്കെ ഇപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ഓണേഴ്സ് സമ്മതിക്കുന്നില്ല. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം മിസ്റ്റർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതേപോലൊരു ടോപ്പ് ക്ലബിനെ കാര്യം നമ്മൾ റൈവലൊക്കെ തന്നെ, പക്ഷേ എങ്കിൽ പോലും ഒരു ക്ലബ്ബ് ഒരിക്കലും നശിക്കുന്നത് കാണാൻ താല്പര്യമില്ല. വെറും ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനാസ്ഥയിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ഇത് കടന്നു പോകുന്നത്. കാരണം പ്ലേയേഴ്സിന് വാങ്ങിക്കാനും ആരുമില്ല. കാരണം ഗർനാച്ചോയുമായിട്ട് നപ്പോളിയും ബയർ ലെവർകൂസനൊക്കെ ലിങ്കായിരുന്നു. പക്ഷേ അവരൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ നിരസിച്ചു. ഞങ്ങൾ ആരും താല്പര്യപ്പെട്ടിട്ടില്ല ഗർനാച്ചോനെ സൈൻ ചെയ്യാൻ വേണ്ടി എന്ന് അവർ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ജാദൻ സാഞ്ചോനെ വാങ്ങിക്കാൻ ആളില്ല. യുവൻറ്റസ് മാത്രമേ ഒരു ലിങ്കായിട്ടുള്ള വാർത്ത വന്നിരുന്നു. പക്ഷേ യുവൻറ്റസും ഒഫീഷ്യലായിട്ടൊന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസ്ഥ ഇപ്പം. നിലവിൽ നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ ടോട്ടനം സ്പോർട്സ് 24 മണിക്കൂറിടയ്ക്ക് 2 സൈനികളാണ് സെക്യൂർ ചെയ്തത്. പക്ഷേ ഒന്ന് കൊളാപ്സായി. ഒന്ന് മുഹമ്മദ് കുദോസിനെ വെസ്റ്റ് ഹാമിൽ നിന്ന് 50 മില്യൺ യൂറോസിന് 6 വർഷത്തെ കരാറിൽ സൈൻ ചെയ്തു. മറ്റൊന്ന് മോർഗൻ ഗിബ്സ് വൈറ്റിനെ 65 മില്യൺ യൂറോസിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് സൈൻ ചെയ്യാൻ ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തു. പക്ഷേ അവസാന നിമിഷം അത് കൊളാപ്സായി. കാരണം ലീഗലായിട്ടല്ല അവർ പ്ലേയേഴ്സുമായി സമീപിച്ചെന്ന ഒരു കാരണം കണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു കേസ് തന്നെ ഫയൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു പ്ലേയേഴ്സിനെ ഒരിക്കലും ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫറിന് വേണ്ടി ഡയറക്റ്റായിട്ട് സമീപിക്കാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. അത് ബ്രീച്ച് ചെയ്തെന്ന് കാരണം കാണിച്ചാണ് ഇപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ മാത്രമേ ആ ഡീൽ എത്രമാത്രം എഫക്റ്റ് ആവുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ റൊമേറോ ടോട്ടനമിൽ തന്നെ തുടരുമെന്ന വാർത്തയാണ് കേൾക്കുന്നത്. കാരണം ഹെവി ആയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ലിങ്ക് ആയിരുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ടോട്ടനം തന്നെ തുടരുമെന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആർസണൽ ഇതേപോലെ ഒരു വിങ്ങറിനെ സൈൻ ചെയ്തിരിക്കുന്നത്. മഡ്വയ്ക്കനെ ചെൽസിയിൽ നിന്ന് 50 മില്യൺ യൂറോസിന് 5 വർഷത്തെ കരാറാണ് സൈൻ ചെയ്തിരിക്കുന്നത്. നോർഗാർഡിനെ ഇതേപോലെ സെക്യൂർ ചെയ്തിട്ടുണ്ട് ബ്രെൻഡൻഫോർഡിൽ നിന്ന്. അതുപോലെ തന്നെ നേരത്തെ സുബമെൻഡിനെ സൈൻ ചെയ്തു, ഹെപ്പനെ സൈൻ ചെയ്തു. ഇപ്പോൾ ഇതാ വേറൊരു പേരും കൂടെ കേൾക്കുന്നുണ്ട്, എബ്രസെ എസെ. പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. 60 മില്യൺ യൂറോസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമ്മർ വിൻഡോയിൽ ആർസണലോട്ട് വരാനാണ് സാധ്യത. ഇതേപോലെ ടോട്ടനം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും എസെക്ക് ആർസണൽ പ്രോജക്റ്റുമായിട്ടാണ് താല്പര്യം. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒന്നും സമീപിച്ചിട്ടില്ല. ഒഫീഷ്യലായിട്ട് സമീപിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. മറ്റൊന്ന് ഗോയ്ക്കറസ് ആർസണൽ സാഗ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അതിനൊരു അവസാനം വന്നിട്ടില്ല, ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് സ്പോർട്ടിങ്ങിൻ്റെ അനാസ്ഥ തന്നെയാണ്. കാരണം ഒരു വ്യക്തമായൊരു ഫീ അവർ പറയുന്നില്ല. അപ്പോൾ നിലയിൽ നോക്കുകയാണെങ്കിൽ ഗോയ്ക്കറസ് പ്രീ സീസൺ തുടങ്ങിയിട്ടുണ്ട് സ്പോർട്ട് ലിസ്ബൻ്റെ. പക്ഷേ അതിലൊന്നും ചേരുന്നില്ല. സ്പോർട്ട് ലിസ്ബന് വേണ്ടി ഇനി ബൂട്ടേ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർസണലിന് വേണ്ടി മാത്രമേ അദ്ദേഹം കളിക്കുകയുള്ളൂ. അപ്പോൾ ആർസണലിൻ്റെ മെയിൻ ടാർഗറ്റും ഗോയ്ക്കറസ് ആണ്. ഗോയ്ക്കറസിൻ്റെ മെയിൻ ഡെസ്റ്റിനേഷനും ആർസണൽ തന്നെയാണ്. വരും ദിവസത്തിൽ മാത്രമേ അതിൻ്റെ ഡീലും അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റു നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഇതേപോലെ കൊണാറ്റയുടെ ഒരു ഡീല് ഈ വരുന്ന 2026 കഴിയാൻ പോവുകയാണ്, ഒരു എഗ്രിമെൻറ്റ്. അപ്പോൾ കൊണാറ്റ ഇതേപോലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിരസിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡുമായിട്ട് ഹെവി ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. റയൽ മാഡ്രിഡിലോട്ട് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം. നിലവിൽ നോക്കുകയാണെങ്കിൽ ആ 2026 മുമ്പ് ഈ ഒരു സമ്മർ തന്നെ കൊണാറ്റനെ വിൽക്കാനാണ് ലിവർപൂൾ നോക്കുന്നത്. വിറ്റ് പൈസ വസൂലാക്കാൻ തന്നെയാണ് നോക്കുന്നത്. മറ്റോ നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഇതേപോലെ നപ്പോളിയുമായിട്ട് വളരെയധികം ലിങ്ക് ആയിട്ടുണ്ട്. നപ്പോളി തന്നെയായിരിക്കും ന്യൂനസിനെ സൈൻ ചെയ്യാൻ വേണ്ടി പോകുക. 60 മില്യൺ യൂറോസ് പറഞ്ഞു, അത് ലിവർപൂൾ നിരസിച്ചു. ലിവർപൂൾ 65-70 മില്യൺ യൂറോസ് വരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നപ്പോളി നിലവിൽ നോക്കുകയാണെങ്കിൽ വിക്ടർ ഓസ്മിന് വേണ്ടി ഗലാറ്റാസറി നൽകി 65 മില്യൺ യൂറോസ് നപ്പോളി നിരസിച്ചു. 70 മില്യൺ യൂറോസ് വരെ ആഗ്രഹിക്കുന്നുണ്ട്. 75 മില്യൺ യൂറോസ് വരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് ഗലാറ്റാസറി സമ്മതം മൂളിയിട്ടുണ്ട്, 40 മില്യൺ പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് രീതിക്ക്. പക്ഷേ നപ്പോളി ഇപ്പോൾ വയ്ക്കുന്നതിന് ഒരു ബാങ്ക് ഗ്യാരണ്ടി നൽകിയാൽ മാത്രമേ ആ ഒരു ചെയ്യുള്ളൂ എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീൽ കംപ്ലീറ്റ് ആയാൽ എന്തായാലും ന്യൂനസ് അടുത്ത നപ്പോളിയുടെ നമ്പർ 9 ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രീമിയർ ലീഗിലെ മറ്റൊരു വാർത്ത,
ലിവർപൂളിൻ്റെ മുൻ ക്യാപ്റ്റൻ ജോർദാൻ ഹെൻഡേഴ്സൺ തിരിച്ച് പ്രീമിയർ ലീഗിൽ തന്നെ വരികയാണ്. കാരണം ലിവർപൂൾ വിട്ട് സൗദി ക്ലബ്ബ് അൽ ഇത്തിഫാഖിന് വേണ്ടി കളിച്ചു, പിന്നെ അതിനുശേഷം അജാക്സിന് വേണ്ടി കളിച്ചു. ഇപ്പോൾ ഫ്രീ ഏജൻറ്റിൽ 2 വർഷത്തെ കരാർ ബ്രെൻഡൻഫോർഡിന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രീമിയർ ലീഗ് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. മറ്റൊന്ന് ന്യൂകാസിൽ യുണൈറ്റഡ് ആൻ്റണി എലാങ്കൻ 50 മില്യൺ യൂറോസിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു സൂപ്പർ പ്ലെയറാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തുകൊണ്ടാണ് എലാങ്കനെ വിറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. കാരണം ഫിസിക്കലായിട്ട് ആൾ സ്ട്രോങ് ആണ്, ടെക്നിക്കൽ പരമായിട്ട് ആൾ സ്ട്രോങ് ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വന്നതിന് ശേഷം ആ ഒരു കുതിപ്പിന് കാരണം ഗിബ്സ് വെയിറ്റും എലാങ്ക എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അമ്മാതിരി ഫിസിക്കൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കൺട്രോളുള്ള ഒരു പ്ലെയറാണ് എലാങ്ക. നല്ലൊരു സൈൻ തന്നെയാണ്. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സൈനിങ് ആണ് എലാങ്ക. 50 മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് റയൽ മാഡ്രിഡിലോട്ട് പോവുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു ഹോട്ട് സമ്മർ സെയിലിലേക്ക് ഒരാളെ വെച്ചിട്ടുണ്ട്. റോഡ്രിഗോനെ 100 മില്യൺ യൂറോസിൻ്റെ പ്രൈസ് ടാഗ് വെച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ സിറ്റിയും ലിവർപൂളും ആർസണലും ഒരുപോലെ താല്പര്യം പ്രകടിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഡോറ് റയൽ മാഡ്രിഡ് ക്ലോസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമ്മർ മാർക്കറ്റ് വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കുകയാണ് റോഡ്രിഗോയ്ക്ക് ഇതേപോലെ റയൽ മാഡ്രിഡ് തുടരണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ റയൽ മാഡ്രിഡ് താല്പര്യമില്ല. സാബിക്ക് ആ ഒരു പ്രോജക്റ്റിൽ റോഡ്രിഗോയ്ക്ക് ഇടമില്ല. റോഡ്രിഗോ സൈൻ ചെയ്ത് ആ ഒരു പൈസ വസൂൽ ചെയ്യാനാണ് റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ഈഗോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ഡഗ്ഔട്ടിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. അത് തീർക്കാനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നോക്കുന്നത്. റോഡ്രിഗോ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്, വളരെയധികം കൂളായിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ എങ്കിൽ പോലും റോഡ്രിഗോനെ നിലനിർത്താൻ റയൽ മാഡ്രിഡിന് താല്പര്യമില്ല. മറ്റൊരു കാര്യം അൽവാരോ കരേറസ് കഴിഞ്ഞ മാസം തന്നെ ഒരു പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചൊരു പ്ലെയറാണ്. ഇപ്പോൾ 50 മില്യൺ യൂറോസ് ബെനിഫിക്ക സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് രീതിക്കാണ് ആ ഒരു ഡീലും വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫറുമുണ്ട്. ഒരു ലെഫ്റ്റ് ബാക്കിനെ അങ്ങോട്ട് കൊടുത്താണ് ഈ ഒരു ഡീല് സെക്യൂർ ചെയ്യുന്നത്. ഒബ്രാഡോർ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ അങ്ങോട്ട് കൊടുത്താണ് ആ ഒരു ഡീല് സെക്യൂർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ആഴ്ച തന്നെ മെഡിക്കലും നടക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പം അതിനുശേഷം അടുത്ത ആഴ്ച തന്നെ കറേറസ് റയൽ മാഡ്രിഡിൻ്റെ പുതിയൊരു ലെഫ്റ്റ് ബാക്കാണ്. അപ്പം ബാർസലോണയിലേക്ക് വരികയാണെങ്കിൽ ബാർസലോണ ഇതേപോലെ ലൂയിസ് ഡിയാസിന് വേണ്ടി കുറേയധികം ശ്രമിക്കുന്നുണ്ട്. കാരണം നിക്കോ വില്യംസിൻ്റെ ആ ഒരു ഡീല് കൊളാപ്സ് ആയതിനു ശേഷം ഡെക്കോ ഒരു താല്പര്യം ലൂയിസ് ഡിയാസിനെ കൊണ്ടുവരാണ്. പക്ഷേ ഫസ്റ്റ് നീക്കം ലിവർപൂൾ നിരസിച്ചു. വീണ്ടും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ബയൺ മ്യൂണിക്ക് അതുപോലെ ഉണ്ട്. അഥവാ ഇനിയിപ്പം ലൂയിസ് ഡിയാസിൻ്റെ ആ ഡീല് ആ ഒരു ഡീലും കൊളാപ്സ് ആവുകയാണെങ്കിൽ മറ്റൊരു ഓപ്ഷനായിട്ട് റാഷ്ഫോർഡിന് ലോണിൽ ബാർസലോണയോട്ട് കൊണ്ടുവരാനാണ് ബാർസലോണ നോക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു വാർത്തകളാണ് കേൾക്കുന്നത്. എന്ന് പറയാം, വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെ എങ്ങോട്ട് പോകും, പുതിയ ക്ലബ്ബുകൾ ഏതൊക്കെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ ഇപ്പം ഗിബ്സ് വൈറ്റിൻ്റെയും ഗോയ്ക്കറസും റോഡ്രിഗോയും തന്നെയാണ്. എംബുമയുടെ 50 ദിവസമായി കേൾക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. നമസ്കാരം.